പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായി എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എത്രയോ മഹത്തായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് കൊടുക്കാതെ അവരവരുടെ വേദനകൾ നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ സമാധാനത്തിൽ പോ എന്ന് പറഞ്ഞ് സമാധാനത്തിൽ അവരെ പറഞ്ഞയക്കും. നൈസായിട്ട് അവരിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കും, തല ഊരിയെടുക്കാൻ നോക്കും. ഇതല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി കൈയഴിഞ്ഞ് സഹായിക്കുവാൻ, സമ്പത്ത് കൊടുക്കുവാനൊക്കെ തിരുസഭാ മക്കൾക്ക് മടിയില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കോ ഒക്കെ നമ്മൾ വലിച്ചു വാരി കൊടുക്കും. അതല്ല എങ്കിൽ ഇടവകപ്പള്ളിയിൽ വല്ല പെരുന്നാളോ ഒക്കെ വരുവാണെങ്കിൽ വല്ല കുച്ചിപ്പിടിയോ ഗാനമേളയോ പോപ്പ് ഡാൻസോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും മുടക്കും, ഒരു സംശയവുമില്ല. അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട പേ ഡാൻസും പോപ്പ് ഡാൻസും അപസ്മാര ഡാൻസും ഒക്കെ കളിപ്പിച്ച് കൂത്താട്ടം നടത്തുമ്പോൾ അവിടെ ക്രിസ്തു സന്തോഷിക്കുകയല്ല, കരയുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്നവരായി മാറ്റപ്പെട്ടു. ഇന്ന് പല മേഖലകളിലുമുള്ള വിശുദ്ധരുടെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധനെ തന്നെ അവഹേളിക്കുന്നതായിട്ടല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച, യേശുക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധരുടെ, രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധനെ പോലെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ, ആ വിശുദ്ധനെ പോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ആ വിശുദ്ധൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിമാരുടെയും നീറോ ചക്രവർത്തിമാരുടെയും അതുപോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫരീസിയരുടെയും നിയമജ്ഞരുടെയും മുമ്പിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിലാണ് സഭയിൽ രക്തസാക്ഷികളുണ്ടായത്. ഈ പറയപ്പെട്ട വ്യക്തികളൊക്കെയാണ് അന്നത്തെ മഹാപുരോഹിതനും ചെറിയ പുരോഹിതനും എല്ലാവരോടും, നിയമജ്ഞരും ഫരീസരും രാജാക്കന്മാരും കൊച്ചു രാജാക്കന്മാരും വലിയ രാജാക്കന്മാരും എല്ലാവരും കൂടിയാണ് ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ചതും കൊന്നൊടുക്കിയതും. അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച അവർ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധനെ പോലെ രക്തസാക്ഷിത്വം ഞാൻ വഹിക്കുമെന്ന തീരുമാനമെടുക്കുവാൻ ഒരിടവകയിൽ എത്ര പേരുണ്ടാകും? അതിനുള്ള പ്രബോധനം എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? മറിച്ച് അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് മദ്യം കഴിച്ച് അടിപൊളി പരിപാടികളൊക്കെ നടത്തി ആഘോഷിക്കും. കാരണം എന്താ? അവനെ ഒതുക്കി, അല്ലേ? അവനെ ഒതുക്കിയതിൻ്റെ പേരിൽ, ശത്രുവിനെ ഒതുക്കിയതിൻ്റെ പേരിലുള്ള സന്തോഷം. ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഒരു രക്തസാക്ഷിയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ അന്ന് സന്തോഷിക്കുവാനായിട്ടല്ല, പിന്നെയോ ആ വ്യക്തിയെപ്പോലെ എനിക്കും ഒരു രക്തസാക്ഷിയായി മാറണം. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറ്.
ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവർ മരിക്കാൻ തയ്യാറായെങ്കിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇത്തരത്തിലുള്ള തിരുനാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി സൗണ്ട് സിസ്റ്റമായി, അതുപോലെ തന്നെ ഇലിമിനേഷൻ, വൈദ്യുതി അലങ്കാരം, ആകാശവിസ്മയം, കരേക്ക ഡാൻസ്, കരേക്ക ഗാനമേള, ഇതെല്ലാം നടത്തി ലക്ഷങ്ങൾ പൊട്ടിച്ച് കത്തിച്ച് നശിപ്പിച്ച് കളയുമ്പോൾ, ദൈവം നൽകിയ സമ്പത്തിൻ്റെ മേഖല നശിപ്പിച്ച് കളയുമ്പോൾ ദൈവം ഒരിക്കലും സന്തോഷിക്കത്തില്ല. മരിച്ചുപോയ വിശുദ്ധരും സന്തോഷിക്കത്തില്ല. അവരുടെ ഹൃദയം വിങ്ങുകയായിരിക്കാം. സംശയമൊന്നുമില്ല പ്രിയ സഹോദരങ്ങളെ. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക, തീ കായുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം, പൊക്കോ എന്നും പറഞ്ഞു വിടുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്താണ്? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും. ആ സ്നേഹമാണ് മറ്റുള്ളവർക്കുള്ള പങ്കുവയ്ക്കൽ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, തകർന്ന സാമ്പത്തികമായ കടബാധ്യതയിൽ കിടന്നു കഴിയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് മുഖം തിരിച്ചു പോകുമ്പോൾ, കർത്താവെ, അവിടുന്ന് ചോദിച്ച ചോദ്യമാണല്ലോ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.